പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം അറിഞ്ഞ ഒരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ സത്യം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് മുംബൈയിൽ നടന്ന ഷിയ മുസ്ലിങ്ങളുടെ ഒരു റാലിയിൽ വിഷഗുളിക കൊടുത്ത് കൊല്ലാൻ നോക്കിയ സംഭവം. അതിന് സത്യം എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ജെമിനിയിൽ എന്താ റിപ്പോർട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഞാൻ ഓൾറെഡി കേട്ടതാണ്, നിങ്ങളും കേൾക്കുക. അടുത്തിടെ 2026 ജൂണിൽ മുംബൈയിൽ ബൈക്കുള്ള നടന്ന ഒരു വലിയ സംഭവത്തെക്കുറിച്ചാണ്. നോർത്ത് ഇന്ത്യ എന്നതിനേക്കാൾ മഹാരാഷ്ട്രയിലാണ് ഇത് നടന്നത്. ഷിയ വിഭാഗക്കാരുടെ മുഹറം, ആശൂറ, വിലാപയാത്രയ്ക്കിടെ വേദന സംഹാരികൾ, പെയിൻ കില്ലേഴ്സ് എന്ന വ്യാജേന വിഷഗുളികകൾ വിതരണം ചെയ്യാൻ ശ്രമിച്ച ഒരു വലിയ ഗൂഢാലോചന മുംബൈ പോലീസ് തകർക്കുകയുണ്ടായി. ഈ സംഭവത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ താഴെ പറയുന്നതാണ്. ആരാണിത് ചെയ്തത്? പ്രതിയുടെ പേര് ഫയാസ് നിസാർ പ്രേംജി. 39 വയസ്സ്. പശ്ചാത്തലം: പൂനെയിലെ വിമാൻ നഗർ സ്വദേശിയാണ് ഇയാൾ. BBA ബിരുദധാരിയായ ഇയാൾ ഒരു ബിസിനസ് കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. ഇയാളുടെ പിതാവിന് പൂനെയിൽ പെയിന്റ് കമ്പനിയുണ്ട്. മതം, ജാതി: ഇയാൾ ഷിയ സമുദായത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണ്. എന്നാൽ സമുദായത്തിനകത്തെ ആഭ്യന്തര തർക്കങ്ങളോ മറ്റു ചില രഹസ്യ ലക്ഷ്യങ്ങളോ ആണ് ഇതിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വിലാപയാത്രയിൽ പങ്കെടുത്ത ആളുകൾക്ക് ക്ഷീണവും ശരീരവേദനയും മാറ്റാനുള്ള പെയിൻ കില്ലർ ഗുളികകൾ എന്ന വ്യാജേന ഇയാൾ ക്യാപ്സൂളുകൾ വിതരണം ചെയ്യുകയായിരുന്നു. എന്നാൽ ഇതിൽ സംശയം തോന്നിയ പോലീസും അവിടെ ഉണ്ടായിരുന്ന ചിലരും ഇയാളെ നിരീക്ഷിച്ചു. ഗുളിക കഴിച്ച ചിലർക്ക് കടുത്ത ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടതോടെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തു. പരിശോധനയിൽ ഇയാളിൽ നിന്ന് 14,900 വിഷഗുളികകളും അവ നിർമ്മിക്കാൻ സൂക്ഷിച്ചിരുന്ന 50 കിലോഗ്രാം സിങ്ക് ഫോസ്ഫൈഡ് മൈനസ് എലിവിഷം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു എന്ന വിഷപ്പൊടിയും പോലീസ് കണ്ടെടുത്തു. ഓൺലൈൻ വഴി 30,000 ശൂന്യമായ ക്യാപ്സൂളുകൾ വരുത്തിയാണ് ഇയാൾ ഇതിൽ വിഷം നിറച്ചത്. എന്തിനാണ് ഇത് ചെയ്തത്? മോട്ടീവ്, ലക്ഷ്യം: റാലിയിൽ പങ്കെടുത്ത 10,000-ഓളം ആളുകളെ ലക്ഷ്യമിട്ടാണ് ഇയാൾ ഇത് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത്. റാലിയിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേക വ്യക്തികളെ അല്ലെങ്കിൽ ഒരു വലിയ ജനക്കൂട്ടത്തെ അപായപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ ഉദ്ദേശ്യം. അന്വേഷണം: ഇയാൾ മുൻപ് 2025-ൽ ഇറാൻ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? വ്യക്തിപരമായ വൈരാഗ്യമാണോ അതോ വലിയ ഭീകരവാദ ബന്ധങ്ങളുണ്ടോ എന്നതിനെ കുറിച്ച് മഹാരാഷ്ട്ര ATS മുംബൈ പോലീസും നിലവിൽ വിശദമായ അന്വേഷണം നടത്തി. നിങ്ങൾ കേട്ടല്ലോ പ്രിയ സുഹൃത്തുക്കളെ. ഇപ്പൊ ഇതുപോലെ വേറൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. അതായത് ഇയാൾക്ക് ഈ ഷിയാക്കളോട് വിശ്വാസമില്ല, അല്ലെങ്കിൽ ഈ മതത്തിനോട് ഒരു താല്പര്യമില്ലാത്ത ആളാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആരിഫ് ഹുസൈനെ പോലെയൊക്കെയുള്ള ആളാണെന്നാണ് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കേരളത്തിലും ഇതേപോലെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ട് ഭ്രാന്ത് മൂത്ത് നടക്കുന്ന ആളൊക്കെയാണ് ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ. അപ്പൊ ഇവരെന്ത് ചെയ്തറിയോ? ചിലപ്പോൾ ഇതേപോലെ വല്ല നബിദിനമോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമ്പോൾ, മുസ്ലിങ്ങളുടെ പരിപാടി നടക്കുമ്പോൾ ഈ ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ ചിലപ്പോൾ മുട്ടായൊക്കെ തരാൻ വേണ്ടി വരും. പ്രിയ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, വാങ്ങി കഴിക്കരുത്. ചിലപ്പോൾ ഇതേപോലെ നിരീശ്വരവാദി ആയിരിക്കും. അപ്പൊ ഇവൻ ഇതിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അതിന്റെ ദേഷ്യത്തൊക്കെ ചെയ്തെന്നുള്ള പല രീതിയിലൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. കയ്യിലുള്ള റെക്കോർഡുണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. പൊതുവേ സോഷ്യൽ മീഡിയ പല സ്ഥലത്തിന് പോസ്റ്റ് കാണുന്നത് ഈ വ്യക്തി ഒരു നിരീശ്വരവാദിയാണെന്നും ഇയാൾക്ക് ഇതിൽ വിശ്വാസമില്ല എന്നും ഇവരിങ്ങനെ ചെയ്യുന്നതും ഇങ്ങനെ മേത്ത് വെട്ടുന്നതൊന്നും ഇഷ്ടമല്ല എന്നും അതുകൊണ്ട് ഈ മനുഷ്യരൊക്കെ മരിച്ചോട്ടെ പറഞ്ഞിട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പോസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ നിരീശ്വരവാദിയായി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആരിഫ് ഹുസൈനെ പോലുള്ള ആൾക്കാർ മതഭ്രാന്ത് എടുത്ത് നടക്കുന്നില്ല. അതുപോലെയൊക്കെ എടുത്ത് ഈ വിരോധം വെച്ച് നടന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകും പ്രശ്നത്തിൽ. അപ്പം കമന്റിൽ പറയുക, ഇതെന്തുകൊണ്ടാണ് ഇയാൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം, കമന്റിൽ പറയുക.